പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് സഫിയയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകനെ വിമർശിക്കുന്ന ആൾക്കാർക്ക് എം അക്ബറിന് കൊടുക്കാനുണ്ടായിരുന്ന മറുപടിയാണ്. സാധാരണ ഇസ്ലാം മത വിമർശകരുടെ ഭാഗം മാത്രം കേട്ട് ഒരിക്കലും നിങ്ങൾ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് മറുപടിയുമായി വരുന്ന അവരെ കൂടി നിങ്ങൾ കേൾക്കണം. കാരണം ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാം മത പ്രഭാഷകർക്ക്, ഇസ്ലാമിന്റെ അനുയായികൾക്ക് വ്യാഖ്യാനിക്കാനുള്ളത്, പറയാനുള്ളത് എന്നുകൂടി കേട്ടതിന് ശേഷമേ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ മാത്രം നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇസ്ലാം മത വിമർശകർക്ക് മറുപടി പറയുന്നതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഏകപക്ഷീയമായി സഫിയയെ പ്രവാചകൻ വിവാഹം കഴിച്ചത് ഈ സാഹചര്യമാണ്, ആ സാഹചര്യമാണ്, മറ്റേ സാഹചര്യമാണ്, പ്രവാചകൻ സ്ത്രീലമ്പടനാണ്, പ്രവാചകൻ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മോഹിക്കുന്നവനാണ്, സ്ത്രീയാണ് പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടവസ്തു. ഇങ്ങനെയൊക്കെ വെറുതെ വിമർശിച്ചു പോകുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ വിമർശിച്ചു പോയത് കേട്ടതിന് ശേഷം ഇസ്ലാം മതത്തിന്റെ ഭാഗത്തു നിന്ന് എന്താണ് പ്രമാണബദ്ധമായി അവർക്ക് പറയാനുള്ളത് എന്നുകൂടി നിങ്ങൾ കേൾക്കണം. അതുകൊണ്ടാണ് അവര് പറയുന്നത് കൂടി കേട്ടിട്ട് സത്യസന്ധമായ ഒരു അവലോകനം നിങ്ങൾ നടത്തുക, പുനർവിചിന്തനം നിങ്ങൾ നടത്തുക ഈ വിഷയത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആദ്യം ഞാൻ കുറച്ച് നിങ്ങളെ കേൾപ്പിച്ചതാണ്. അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചിട്ട് ആദ്യം എന്താണ് എം അക്ബറിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുകൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. എന്റെ പേര് അബ്ദുൽ ഹസീം. ഞാൻ ശരിയ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. പൊതുവെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമർശകർ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെൺഭ്രാന്തനാണെന്നും പ്രവാചക പത്നിയായ സഫിയ റളിയല്ലാഹു അൻഹ ആ സ്വഹാബികൾക്ക് ലഭിക്കപ്പെട്ട ഒരു ഗനീമത്ത് സ്വത്താണെന്നും യുദ്ധത്തിൽ അവരെ ആവശ്യപ്പെടുകയും ഉന്നത കുലജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സൗന്ദര്യവതിയായ ആ സ്ത്രീയെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും കാണുവാൻ കഴിയും. ഈ രൂപത്തിൽ അങ്ങനെ വിമർശിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്താണ് മറുപടി നൽകുക? സ്ത്രീകളോടുള്ള റസൂലുള്ളാഹിന്റെ സമീപനം വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയം. അത് അവിടുന്ന് മാത്രം തുടങ്ങണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം തുടങ്ങൽ അവിടുന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അത്തറും പെണ്ണുമാണ് പോലെ ഒരു സത്യമേ പറഞ്ഞുള്ളൂ കക്ഷി. എന്താ വേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ഇവരെ വീക്ഷണത്തിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാൻ. സ്വന്തം പെണ്ണിനെ ഇഷ്ടപ്പെടരുത് എന്നാണ് അവര് പറയണത്. ആരാന്റെ അത്തർ ഇഷ്ടപ്പെടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഏതോ ആളുകളുടെ അലമാരയിലുള്ള അത്തറാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന സുഗന്ധമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകും എന്താണ് ഈ ഉരുണ്ടുമറിയലെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടം അത്തറും പെണ്ണുമാണ് എന്നേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ അത്തറെന്നോ എന്റെ പെണ്ണെന്നോ പ്രവാചകൻ പറഞ്ഞിട്ടില്ല ആ ഹദീസിൽ. ഇനി ആരാന്റെ അലമാരയിൽ ഇരിക്കുന്ന അത്തറും പ്രവാചകൻ ആഗ്രഹിച്ച ചരിത്രം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. വളർത്തുമകനായ സെയ്ദിന്റെ ഭാര്യയോട്, സെയ്ദിന്റെ ഭാര്യ ആരാന്റെ അലമാരയിൽ ഇരിക്കുന്ന അത്തറായിരുന്നു, ആരാന്റെ പെണ്ണായിരുന്നു, അവളെ കൂടെ കിടത്തണം എന്ന ഒരു ആഗ്രഹം തോന്നുകയും അതെങ്ങനെ വളർത്തുമകനോട് പറയും എന്ന് ലജ്ജ തോന്നിയ പ്രവാചകൻ അള്ളാഹുവിനെ കൊണ്ടത് പറയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു തന്നെ സവ്വജനാക്കഹ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്കവളെ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആരാന്റെ അലമാരയിലിരിക്കുന്ന അത്തറും ആഗ്രഹിച്ച് അതിലും മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഈ പ്രവാചകൻ. അത് ഒരുപക്ഷെ ഈ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ അത് ഓർത്തിട്ടുണ്ടാകില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് തമാശൊന്നും വിചാരിക്കണ്ട. എന്റെ സ്ത്രീയെയുമാണ് എനിക്ക് ഇഷ്ടം. പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതാണ് ദുനിയാവിലെ എല്ലാ പ്രശ്നത്തിന്റെ കാരണം. ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അടിസ്ഥാനപരമാണ് ആരോപണങ്ങൾ. അവിടെ നമ്മൾക്കെല്ലാം തലച്ചോറിൽ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. വിമർശകരുടെ ആരോപണം അടിസ്ഥാനപരമാണ് എന്നാണ് പറഞ്ഞത്, അടിസ്ഥാനരഹിതമാണ് എന്നല്ല. അപ്പോൾ നമ്മൾ വിമർശിക്കുന്നത് വസ്തുതാപരമാണ് എന്ന് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ സ്ത്രീയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്ത്രീയുമായുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ആത്മീയതയുടെ തലത്തിൽ നോക്കുമ്പോ അത്ര നല്ലൊരു ഏർപ്പാടല്ല എന്നൊരു ധാരണ തലത്തിലേക്ക് അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് എല്ലാ അടുത്ത ഘട്ടങ്ങളും നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വളരെ ക്ലിയറാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ?
നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് ഇബാദത്താണെന്നാണ്. ദുനിയാവിൽ അങ്ങനെ പറഞ്ഞ ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. അങ്ങനെ പഠിപ്പിച്ച ഒരൊറ്റ ആചാര്യതയുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളുമായിട്ടുള്ള അതല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ ആരാധനയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയും ഇവിടെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചാൽ അവിടെയും ആ ആരാധന 72 ഹൂറികളെ കൊണ്ട് നിറവേറ്റിത്തരാം എന്നും പഠിപ്പിച്ച മതം ഇസ്ലാം മാത്രമാണ്. അത് മനസ്സിലാക്കി തന്ന പ്രവാചകനും അത് ഈ ലോകത്തും പ്രാവർത്തികമാക്കി തന്നു, പരലോകത്ത് ഇപ്പൊ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അതും ഈ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രവാചകൻ നമുക്ക് വെട്ടിത്തന്ന വഴി വളരെ മഹനീയമാണ്. അത് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു കൂലി തരുന്ന പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് എന്നാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന നമ്മുടെ ചർച്ച. അവിടെ ശാരീരിക ബന്ധം പ്രതിഫലദായകമായ ഒരു ആത്മീയമായ ഒരു കർമ്മമാണ് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമിൻ്റെത്. പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, പെണ്ണിനെ കാമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇസ്ലാമിൽ തെറ്റല്ല. പക്ഷെ അവനവന്റെതിനെ പാടുള്ളൂ എന്ന് മാത്രമേ ഇസ്ലാം പറഞ്ഞുള്ളൂ. ഇസ്ലാമിൽ അത് പറയുമ്പോ അവനവന്റെതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവനവന്റേതായി കഴിഞ്ഞാൽ പിന്നെ അത് പെണ്ണല്ലാണ്, അത് ഭാര്യയായില്ല, പിന്നെ നാട്ടുകാരതാണ് പെണ്ണ്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചാണ് പറയുന്നത്, പെണ്ണിനെ കുറിച്ച് പറയുന്നതല്ല അവരെ കുറിച്ചാണെന്നുള്ള ധാരണ. അവസ്ഥ ഏതാണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹ, ഇപ്പോഴാണ് വിഷയത്തിൽ വന്നത്. സഫിയ റളിയല്ലാഹു അൻഹയെ പോലെ ഒരു സഫിയ മാത്രമല്ല ഉണ്ടായത്. സഫിയ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഖൈബർ യുദ്ധം കഴിയുമ്പോ സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുകയാണ്. സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുന്നു. അവരുടെ പിതാവ് ഹുയൈ ഇബ്നു അഖ്തബ് മരണപ്പെടുന്നു, അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു. ഇങ്ങനെ എല്ലാവരും മരണപ്പെട്ട് പിടിക്കപ്പെട്ട് ബന്ദിയായി കൊണ്ടുവരുന്നയാളാണ് സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ റളിയല്ലാഹു അൻഹ അവർ സ്ത്രീ എന്നുള്ള നിലക്ക് അർഹിക്കേണ്ട അവസ്ഥയിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അവിടെ റസൂലുള്ളാഹിക്ക് ഏത് സ്ത്രീയെയും തിരഞ്ഞെടുക്കാം. അവിടെ ഒരു കാമഭ്രാന്തനായ ഒരു മനുഷ്യൻ, അയാളുടെ തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഒരുപാട് കന്യകകൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവരെ ആരെയും അല്ല റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത്. ഒരു സഫിയ മാത്രമല്ലല്ലോ സുന്ദരി ഉണ്ടാവുക. ഭർത്താവുണ്ടായിരുന്ന, ഭർത്താവിനോടൊപ്പം ജീവിച്ചിരുന്ന, ഭർത്താവ് മരണപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് സ്വീകരിച്ചു? രാജകീയമായി ഒരു ഗോത്ര നേതൃത്വത്തിന്റെ മകളായി, ഗോത്ര നേതാവായി ജീവിച്ചിരിക്കവേ ഇസ്ലാമിക രാഷ്ട്രം പിടിച്ചുകൊണ്ടുവന്ന വ്യക്തി അവരുടെ മാന്യത വെച്ചുകൊണ്ട്, അവരുടെ സ്ഥാനം വെച്ചുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി എന്താ ചെയ്തത്? അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പിടിക്കപ്പെട്ട ബന്ദി എന്നുള്ള നിലക്ക് സ്വീകരിക്കൽ അതിനും അവസരം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. മറിച്ച് അവരെ സ്വതന്ത്രയാക്കി വിവാഹം ചെയ്ത് സ്വന്തം ഇണയാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇണയാക്കി തീർക്കുന്നത് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമാവുക? തീർച്ചയായും ഇവിടെ കുറ്റകൃത്യമാകുന്നത് എന്താണ്? ഇണയല്ലാത്ത രൂപത്തിൽ വെക്കുകയും അവരെ എല്ലാ രൂപത്തിലും ഉപയോഗപ്പെടുത്തുകയും അവരിലൂടെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്. കാര്യം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനിയും ഇദ്ദേഹം പറഞ്ഞതിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോകണം. അല്ലാഹു കൂലി തരുന്ന, പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് എന്നാണ് അവിടെ നിന്ന് തുടങ്ങുന്ന നമ്മുടെ ചർച്ച. നമ്മളെ ചർച്ച അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു സാഹിബേ. പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് അള്ളാഹു ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന പ്രവർത്തനമായതുകൊണ്ട് പ്രവാചകൻ ആ മേഖല തന്നെ തിരഞ്ഞെടുത്തു. കാരണം ഏറ്റവും കൂടുതൽ കൂലി കിട്ടുമല്ലോ. നമ്മൾ ആരാണെങ്കിലും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ജോലിയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുക.
അതുകൊണ്ട് പ്രവാചകൻ ആ മേഖലയിലൂടെ തന്നെ സ്വർഗം കരസ്ഥമാക്കാൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പാത്രമാകാൻ തീരുമാനിക്കുകയായിരുന്നു. അതെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ. നന്ദി. അവിടെ ശാരീരിക ബന്ധം പ്രതിഫലദായകമായ ഒരു ആത്മീയമായ ഒരു കർമ്മമാണ് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമിൻ്റെത്. പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു മതവും ഇത്രമാത്രം പ്രാധാന്യവും പുണ്യവും ഈ ഒരു പ്രവൃത്തിക്ക് കൽപ്പിച്ചിട്ടില്ല. നമ്മൾ പിന്നെ സൃഷ്ടിക്കപ്പെട്ടതു തന്നെ ഇതിനു വേണ്ടിയായതുകൊണ്ട് നമ്മുടെ മതം ഇതിന് ഇത്രമാത്രം പ്രാധാന്യം നൽകി എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പെണ്ണിനെ കാമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇസ്ലാമിൽ തെറ്റല്ല, പക്ഷെ അവനവൻ്റെതിനെ പാടുള്ളൂ എന്ന് മാത്രമേ ഇസ്ലാം പറഞ്ഞുള്ളൂ. ഇസ്ലാമിൽ അതായത് ബെടക്കാക്കി തനിക്കാക്കുക അതും പറ്റുമല്ലേ സാഹിബേ? ഏതെങ്കിലും ഒരു പെൺകുട്ടി മതം പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ അവരെ ആദ്യം മതം മാറ്റി കുടുംബത്തിൽ നിന്നും അകറ്റി നമ്മുടെ കൂടെ കെട്ടിക്കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഒരു ബ്രാഹ്മണ പെൺകുട്ടി തന്നെ ആകട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ അക്ബറിനെ പോലെയുള്ള ആൾക്കാർ പ്രവാചകന്റെ പാത പിന്തുടരുന്നതാണ് ആകെ നമുക്കൊരു സമാധാനം. പിന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച അറസ്റ്റിലായ ഷംസ്ദീൻ പാലത്തിനെ പോലെയുള്ള ആൾക്കാരാണ് ആകെ നമുക്ക് പ്രവാചകന്റെ മാതൃക പിൻപറ്റാൻ, നമ്മൾക്ക് പ്രാവർത്തികമാക്കി തരാൻ, DPEP സിസ്റ്റത്തിൽ പഠിപ്പിച്ചു തരാൻ ആകെയുള്ളത്. പിന്നെ ഇബ്രാഹിം ഖാന് പിറക്കാതെ പോയ മരുമകൻ സ്വന്തം ഭാര്യയെ വിവരദോഷിയാണ് എന്ന് പബ്ലിക് വേദിയിൽ ഒന്ന് പറയാനുള്ള കാരണം അടുത്തതൊന്ന് കെട്ടി കൂടുതൽ ആരാധന ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം ഖാന്റെ ജനിക്കാതെ പോയ മരുമകനൊക്കെ നമുക്ക് പ്രവാചകന്റെ നേർക്കുനേരെയുള്ള ജീവിതം ജീവിച്ചു കാണിച്ചു തരുന്നവരാണ്, അത് പഠിപ്പിച്ചു തരുന്നവരാണ്. അവരെ ഒന്നും വിസ്മരിക്കരുത് നമ്മൾ. കുറിച്ചാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെതായി കഴിഞ്ഞാൽ പിന്നെ അത് പെണ്ണല്ലാണ്, അത് ഭാര്യയായില്ല, പിന്നെ നാട്ടുകാരതാണ് പെണ്ണ്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചാണ് പറയുന്നത്, പെണ്ണിനെ കുറിച്ച് പറയുന്നതല്ല. അങ്ങനെ ആരാണ് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമായും നമുക്കറിയാം. പഴകുന്നതിനെ ഒക്കെ മാറ്റി പുതുമയുള്ളതിനെ വീണ്ടും സ്വീകരിക്കുന്നതും അങ്ങനെ കൂടുതൽ ആരാധന ചെയ്യാൻ ശ്രമിക്കുന്നതും ആരാണ് എന്ന് നമുക്കറിയാം. 1, 2, 3, 4 കെട്ടി ഒരു കാരണവുമില്ലാതെ അതിലൊന്നിനെ ഒഴിവാക്കി അടുത്ത ഒരു കിളുന്ത് പെണ്ണിനെ മുതുക്കന്മാര് കൊണ്ടുവന്ന് അനുഭവിക്കുന്നതുമൊക്കെ നമുക്കറിയാം. അപ്പൊ ആരാണ് പഴയതിനെയൊക്കെ മാറ്റി നിർത്തി, അതൊക്കെ ഭാര്യമാരല്ലേ, അടുത്തതിനെ സ്വീകരിക്കാൻ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതെന്നും വേണ്ടി വന്നാൽ അതിനുവേണ്ടി നമ്മൾ പുതിയ പുതിയ ഹദീസുകൾ തന്നെ ഇറക്കും, അതല്ലെങ്കിൽ ഖുർആൻ നമ്മളൊന്ന് വ്യാഖ്യാനിക്കും. അതിനൊക്കെ സുലഭമായ സംവിധാനവും മാർഗങ്ങളും ഇന്നുണ്ടല്ലോ, പിന്നെ പേടിക്കേണ്ടതില്ല. അവസ്ഥ ഏതാണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹയെ പോലെ ഒരു സഫിയ മാത്രമല്ല ഉണ്ടായത്. സഫിയ റളിയല്ലാഹു അൻഹ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. ഒന്ന്, സഫിയ എന്ന പേര് പോലും മുഹമ്മദ് നബി അവർക്ക് നൽകിയതാ. അവരുടെ പേര് സൈനബ് എന്നായിരുന്നു. ആ പേര് പോലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം സഫിയ എന്ന പേരാണ് ആ പെണ്ണിന് ഇട്ടുകൊടുത്തത്. ഒരു സഫിയ മാത്രമല്ല ഉണ്ടായിരുന്നത്. അവിടെയാണ് സാഹിബെ ഞങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യുദ്ധത്തടവുകാരായി പിടിച്ചതിൽ ഈ ഒരു സഫിയ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്. യുദ്ധത്തടവുകാരായി പിടിച്ച എല്ലാവർക്കും നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകുമോ? പ്രവാചകനോടാണ് ചോദ്യം. പ്രവാചകനെ ന്യായീകരിക്കുന്നവരാണ് അതിന് മറുപടി നൽകേണ്ടത്. സഫിയയോട് മാത്രം പോട്ടെ, അത് ഇദ്ദേഹം തന്നെ പറയും. അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഖൈബർ യുദ്ധം കഴിയുമ്പോ സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുകയാണ്. ഖൈബർ യുദ്ധം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഖൈബർ എന്ന് പറഞ്ഞ നാട്ടിൽ ഇസ്ലാം മത വിശ്വാസികളാകുന്ന പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കേറി മേയുകയായിരുന്നു. അവരെയൊക്കെ വെട്ടിക്കൊല്ലുകയും കുഞ്ഞുങ്ങളെ ബന്ധികളാക്കി അവിടെയുള്ള സ്ത്രീകളെ യുദ്ധ തടവുകാരായി പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്ന അതിദയനീയമായ കാഴ്ചയാണ് ഖൈബറിൽ ആ ദിവസം അരങ്ങേറിയിട്ടുള്ളത്. അതിന് യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ
എതിർഭാഗവും ഏറ്റുമുട്ടി എന്ന് നിങ്ങൾ വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ വിഫല ശ്രമമാണത്. സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുന്നു. നാണമില്ലേ സാഹിബേ നിങ്ങൾക്കിത് പറയാൻ? ഉളുപ്പില്ലേ പറയാൻ? നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? മിസ്സിംഗ് ആയതാ? ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ മിസ്സിംഗ് ആയതാ? അതോ വീടെല്ലാം കൂടെ കത്തിപ്പിടിച്ചു പോയതാണോ? കപ്പൽ മുങ്ങിപ്പോയതാണോ? പ്രളയം വന്ന് പോയതാണോ? അതോ ഏതെങ്കിലും മാറാ രോഗം വന്ന് പകർച്ചവ്യാധി വന്ന് മരണപ്പെട്ടു പോയതാണോ? എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണോ സഫിയയുടെ ബന്ധുക്കളെ? സഫിയയ്ക്ക് എന്താണ് നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി? എന്റെ കരളിന്റെ കഷ്ണമായ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കൂടി വെട്ടിക്കൊന്നതാണ് എന്ന് പറയാൻ എന്തേ മടി? അമ്പുകൾ തീയിൽ ചുട്ടുപഴിപ്പിച്ച് നെഞ്ചിലേക്ക് ആർന്നിറക്കി, കൈകാലുകൾ ഛേദിച്ച് തല അവസാനം അറുത്തുമാറ്റി അത്തരത്തിൽ നിഷ്ഠൂരമായി കൊല ചെയ്തതാണ് സഫിയയുടെ ബന്ധുക്കളെ എന്ന് പറയാൻ നിങ്ങൾക്ക് അറപ്പുണ്ടല്ലേ? പൊതുസമൂഹത്തിൽ വന്ന് ഈ രൂപത്തിലാണ് സഫിയയുടെ പിതാവിനെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും കൊന്നത് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മാനവികതയുടെ മുഖം പൊളിഞ്ഞു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് നല്ല പദം. അവരുടെ പിതാവ് ഹുയയ് ഇബ്നു അഖ്തബ് മരണപ്പെടുന്നു. കണ്ടില്ലേ? കൊല്ലപ്പെടുന്നു. മലയാളം സംസാരിച്ച് പഠിക്ക്. കൊല്ലപ്പെടുന്നു. പ്രവാചകന്റെ വാളിനിരയാകുന്നു. അത് പറ. ഭർത്താവിനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നു. അത് പറയണം. പറയുമ്പോ ബനൂ നളീർ എന്ന ഗോത്ര തലവനായ ഹുയയ് ഇബ്നു അഖ്തബിന്റെ മകളായിരുന്നു സഫിയ. ഖമൂസ് ഗോത്രത്തിന്റെ നേതാവായ ആ ഗോത്രത്തിന്റെ തന്നെ നിധി സൂക്ഷിപ്പുകാരനായ വ്യക്തിയായിരുന്നു സഫിയയുടെ ഭർത്താവ്. അതായത് കിനാനത്ത് ബിൻ റബീ. എന്തേ അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തത് മറന്നുപോയോ നിങ്ങൾ? പ്രവാചകൻ ഏതു രൂപത്തിലായിരുന്നു അദ്ദേഹത്തെ ശിക്ഷിച്ചത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും നൽകാമെന്ന് പറഞ്ഞിട്ടും വിടാതെ അതിനിഷ്ഠൂരമായി കൊല ചെയ്തു. അമ്പുകൾ കൊണ്ട് കുത്തി, തീയിൽ ചുട്ടുപഴിപ്പിച്ച അമ്പുകൾ കൊണ്ട് ശരീരമാസകലം ചുട്ടുപൊള്ളിച്ചും കുത്തിക്കിഴിച്ചും ഒടുവിൽ തല വെട്ടിമാറ്റിയും നിങ്ങൾ കൊല ചെയ്യുകയാണ് ചെയ്തത് പ്രവാചകന്റെ അനുയായികൾ. എന്നിട്ട് മരണപ്പെട്ടെന്നോ? ലേശം പോലും ഉളുപ്പില്ലല്ലോ നിങ്ങൾക്കിതൊക്കെ പറയാൻ. മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ രൂപത്തിൽ മരണപ്പെട്ടതുപോലെ ഉണ്ട് ഈ പറച്ചില്. ഇത് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കൂടി ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയുടെ പിതാവിനെയും ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും, ഏതാണ്ട് പുരുഷന്മാരെയൊക്കെയും, ഈ സഫിയയുടെ ഭർത്താവിനെയും സഹോദരനെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടാണ് സഫിയയെ തടവുകാരിയായി പിടിക്കുന്നത്, യുദ്ധ തടവുകാരിയായി പിടിക്കുന്നത്. കൊണ്ടുവരുന്നയാളാണ് സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ റളിയല്ലാഹു അൻഹ അവർ സ്ത്രീ എന്നുള്ള നിലക്ക് അർഹിക്കേണ്ട അവസ്ഥയിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ലവലേശം ഉളുപ്പില്ലാത്ത ഇവരെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ. കാരണം ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീ ഉടമയായിരുന്നു, ആഢ്യത്വമുള്ളവളായിരുന്നു. ഒരു ഗോത്രത്തലവന്റെ മകളും മറ്റൊരു ഗോത്രത്തലവന്റെ ഭാര്യയുമായിരുന്നു. അതുകൂടി ഓർക്കണം. അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കൊല ചെയ്തിട്ട് ഒരു മനുഷ്യ സ്ത്രീ അർഹിക്കുന്ന സ്ഥാനമെന്ന് നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? ഇത് കാരുണ്യത്തിന്റെ പ്രതിരൂപമായ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കൂടിയാണ് ഈ സ്ത്രീയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. എന്നിട്ട് ഒരു കൈ കൊണ്ട് തല്ലുക, മറുകൈ കൊണ്ട് തലോടുക. നല്ല ഐഡിയയാണ്. അവിടെയാണ് പ്രശ്നം. പ്രവാചകൻ ഏത് സ്ത്രീയെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം, ഒരു പ്രോബ്ലവുമില്ല. പക്ഷേ സൗന്ദര്യം കക്ഷിയുടെ ഒരു വീക്ക്നെസ് അല്ലേ സാഹിബേ? 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ
52-ാമത്തെ വാചകമെന്ന് നോക്കിയാൽ പോരെ? മറ്റു സ്ത്രീകളിൽ കൗതുകം ജനിച്ചാലും ഇനി നീ കെട്ടണ്ട എന്നല്ലേ പ്രവാചകനോട് അള്ളാഹു ദൈവിക വെളിപാട് നൽകിയത്? അപ്പോൾ അതീവ സുന്ദരിയായ 17-കാരിയായ സഫിയയോട് തോന്നുന്ന ഒരു അടുപ്പവും അനുരാഗവും മറ്റുള്ള സ്ത്രീകളോട് തോന്നണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? പ്രത്യേകിച്ച് സൗന്ദര്യമുള്ള സ്ത്രീകളും സുഗന്ധ വസ്തുക്കളുമൊക്കെ പ്രവാചകന് അത്യധികം ഭ്രമമുണ്ടായിരിക്കെ അത് ആദ്യം എം അക്ബർ സാഹിബ് തന്നെ സമ്മതിക്കുകയും ചെയ്തതാണ്. ഒരു കാമഭ്രാന്തനായ ഒരു മനുഷ്യൻ അയാളുടെ തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഒരുപാട് കന്യകകൾ ഉണ്ടായിരുന്നവരുടെ കൂടെ അവരെ ആരെയുമല്ല റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത്. കന്യകകളെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് പ്രവാചകൻ അത്രമാത്രം മഹാനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ സഫിയയെ തെരഞ്ഞെടുത്തതു തന്നെ അവരുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചതുകൊണ്ടാണ്. യുദ്ധത്തിൽ നേടിയ ആൾക്കാരെ വീതം വെച്ച് കൊടുക്കുന്ന സാഹചര്യത്തിൽ സഫിയയുടെ തലവഴിയെ ഒരു തുണിയിട്ടു എന്നാണ് ആ തൊബിരിയെ പോലെയുള്ള ആൾക്കാർ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാരണം ഇതെനിക്കുള്ള പെണ്ണാണ് എന്ന് നേരത്തെ എഴുതി വെച്ചിരുന്നു. 9 കന്യകകളെ കൊടുത്തിട്ടാണെങ്കിലും പ്രവാചകൻ സഫിയയെ സ്വന്തമാക്കുമായിരുന്നു. കാരണം പ്രവാചകന്റെ കണ്ണ് അവളുടെ ശരീരത്തിൽ പതിച്ചിട്ടുണ്ടോ അവളുടെ കാര്യം പിന്നെ പോക്കാണ്. ഭർത്താവിനോടൊപ്പം ജീവിച്ചിരുന്ന ഭർത്താവ് മരണപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് സ്വീകരിച്ചു? രാജകീയമായി. അതറിയണമെങ്കിൽ ആദ്യമായി സ്വീകരിച്ച പെണ്ണേതായിരുന്നു? പ്രവാചകൻ വെറുതെ ഒരു കാര്യം ചെയ്യുമോ? അത് നിങ്ങൾക്കും അറിയുന്നതല്ലേ. 40 വയസ്സുള്ള ഖദീജ എന്ന നിങ്ങളുടെ തള്ളൽ 28 വയസ്സാണെന്ന് ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉണ്ടായിരുന്നു. അത് മൂന്നും നേടിയെടുക്കണമെങ്കിലേ അദ്ദേഹത്തിന് അധികാരം പിടിച്ചടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഖദീജയെ ഇദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അഡ്രസ്സ് വേണമായിരുന്നു, പണം വേണമായിരുന്നു, ആ നാട്ടിൽ അറിയപ്പെടണമായിരുന്നു, അംഗീകാരം വേണമായിരുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും കാണാതെ ഒന്നും ചെയ്യുന്ന ആളല്ലല്ലോ നമ്മുടെ മുത്തുനബി. അതുകൊണ്ടാണ് മുത്ത് സഫിയയെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഒരു ഗോത്ര നേതൃത്വത്തിന്റെ മകളായി ഗോത്ര നേതാവായി ജീവിച്ചിരിക്കവേ ഇസ്ലാമിക രാഷ്ട്രം പിടിച്ചുകൊണ്ടുവന്ന വ്യക്തി അവരുടെ മാന്യത വെച്ചുകൊണ്ട് അവരുടെ സ്ഥാനം വെച്ചുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീ എന്നുള്ള നിലക്ക് എന്ന്. ഇത് കൂടുതൽ ഒന്നും മനസ്സിലാക്കാനില്ല. ഈ സുന്ദരിയായ പെണ്ണിന്റെ തന്തയെയും കൊന്നു, സഹോദരങ്ങളെയും കൊന്നു, ഭർത്താവിനെയും കൊന്നു. അതീവ സുന്ദരിയായ ഒരു സാധനം, ആ പീസിനെ എനിക്ക് വേണമെന്ന് തീരുമാനിച്ചു. പിന്നെ ഇവരെ എല്ലാവരെയും വെട്ടിക്കൊന്നതിന്റെ ഒരു ലവലേശം എന്തെങ്കിലും ഒരു ദയ മനസ്സിലുണ്ടെങ്കിൽ അതും ഇതിനൊരു അവസരമാണ്. ഞാനായിട്ടാണല്ലോ പെണ്ണിനെ ഇങ്ങനെ ആക്കിയത്, ഇനി എനിക്ക് തന്നെ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലസ് പോയിന്റും കൂടി നമ്മൾ അതിൽ കാണണം. എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പിടിക്കപ്പെട്ട ബന്ദി എന്നുള്ള നിലക്ക് സ്വീകരിക്കൽ അതിനും അവസരം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. പക്ഷേ ബന്ദി എന്ന് പറഞ്ഞ് സ്വീകരിച്ചാൽ ഇത്രയും സുലഭമായി കിട്ടില്ലല്ലോ. മറ്റേതാകുമ്പോൾ വീട്ടിലുണ്ടാകും, നമുക്ക് ടോസ് ഇട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കുകയും ചെയ്യാമായിരുന്നു, ഊഴമനുസരിച്ച് കാത്തു നിൽക്കാമായിരുന്നല്ലോ, പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. കന്യകകളെ തെരഞ്ഞെടുക്കുന്നത് പോലെയല്ല, അടിമ സ്ത്രീയായി അവിടെ വെക്കുന്നെങ്കിൽ ഇത്രയും സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ബെടക്കാക്കാം പിന്നെ തനിക്കാക്കാം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അവരെ സ്വതന്ത്രയാക്കി വിവാഹം ചെയ്ത് സ്വന്തം ഇണയാക്കി തീർക്കുകയാണ് ചെയ്തത്. എന്തൊരു താല്പര്യമല്ല, എന്ത് കാരുണ്യമാണ് ഈ പ്രവാചകൻ. ഈ പെണ്ണിന്റെ എല്ലാ ആൾക്കാരെയും വെട്ടിക്കൊന്നിട്ട് ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോവുക. കാരണം ആ പെണ്ണിന് ആരും ഇല്ലല്ലോ, ആരും ഇല്ലാത്തത് കൊണ്ടൊരു ദയ കാണിച്ചതാണ്. ഞാനാണ് ആരും ഇല്ലാതാക്കിയത് എന്നതൊന്നും ഇവിടെ ചിത്രത്തിലില്ല. അങ്ങനെ ദയ കാണിച്ച് പ്രവാചകൻ കാരുണ്യവാൻ തന്നെയാണ്. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്താണ് ഈ വിമർശകർ പറയുന്നത്? ഒരു പെണ്ണിനെ കെട്ടുന്നത് ഇത്ര വലിയ തെറ്റാ? അവിടെ കെട്ടിയോനെയും തന്തയും സഹോദരങ്ങളെയും ഒക്കെ വെട്ടിക്കൊന്നിട്ട് അവളെ കെട്ടുന്നത് ഇത്ര വലിയ തെറ്റാണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? വിമർശകർ ചുമ്മാ അങ്ങ് വിമർശിക്കുക കാര്യമില്ലാതെ. തീർച്ചയായും ഇവിടെ കുറ്റകൃത്യമാകുന്നത് എന്താണ്?
ഇണയല്ലാത്ത രൂപത്തിൽ വെക്കുകയും അവരെ എല്ലാ രൂപത്തിലും ഉപയോഗപ്പെടുത്തുകയും അവരിലൂടെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. സഫിയയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത ഈ വിശാല ഹൃദയനെ കുറിച്ച് എന്തുകൊണ്ടാണ് വിമർശകരെ നിങ്ങൾ ചിന്തിക്കാത്തത്? കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. തീർച്ചയായും അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട്, അനാഥത്വം പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പെണ്ണിനെ സംബന്ധിച്ച് മനസ്സിലായില്ലേ? ഈ അനാഥയായ ഒരു പാവം പെണ്ണ് നമ്മളായിട്ട് അനാഥയാക്കിയതാണ്. ഈ പെണ്ണിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? പെണ്ണാണെങ്കിൽ അടാറ് സൗന്ദര്യവുമാണ്, എനിക്കാണെങ്കിൽ സൗന്ദര്യം ഒരു വീക്ക്നെസ്സുമാണ്. ഇപ്പൊ എന്താ ചെയ്യാ? ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് തൻ്റെ കൂരയിൽ തന്നെ കൊണ്ടുവന്ന പ്രവാചകൻ അനാഥകളെ സ്നേഹിക്കുന്ന പ്രവാചകനായിരുന്നു. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പ്രവാചകനായിരുന്നു. വിധവയാണ് സഫിയ. ആ വിധവയെ അടിമയാക്കിയല്ല പ്രവാചകൻ സ്വീകരിച്ചത്, ഭാര്യയാക്കിയാണ്. ഇതുകൊണ്ടാണ് ഒരു ഉടമ സ്ത്രീയെ അവളുടെ കെട്ടിയോനെ കൊന്നിട്ട് അടിമയാക്കിയില്ലേ? ആ കെട്ടിയോനെ ക്രൂരമായി പീഡിപ്പിച്ചില്ലേ ഈ പെണ്ണിന്റെ മുമ്പിലിട്ട്? എന്നിട്ട് ആ പെണ്ണിനെ കെട്ടി കൂടെ നിർത്തി അവളുടെ അനാഥത്വം പരിഹരിച്ചില്ലേ? എന്നിട്ടും നിങ്ങൾ പ്രവാചകനെ എങ്ങനെയാണ് വിമർശിക്കുന്നത്? അതാണ് ആ പ്രവാചകൻ മഹാനാണ്. അവർ അനുഭവിച്ചു വന്ന ഒരു സ്ഥാനവും മാനവും പരിഗണിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അവർ ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിലെ ഗോത്രത്തലവന്റെ മകളല്ലേ? അങ്ങനെ ആർക്കെങ്കിലും അവളെ വെച്ചു കൊടുക്കാൻ പറ്റുമോ? കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അടിമ സ്ത്രീയായി നിലനിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രവാചകൻ തന്നെ അവരെ ഭാര്യയായി സ്വീകരിച്ചില്ലേ? എന്തു വിശാലനാണ് ഈ പ്രവാചകൻ. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരാലും കഴിയില്ല അങ്ങനെയൊന്നും. അതാണ് ഈ പ്രവാചകനെ വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ തിരിച്ചു പറയുന്ന ആളുകൾക്ക് അവരോട് നമുക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് ആരെയും സ്വീകരിക്കായിരുന്നല്ലോ. ഒരു പെൺഭ്രാന്താണെങ്കിൽ ഒരു ഭർത്താവ് പ്രവാചകന് പെണ്ണുങ്ങളോടുള്ള കമ്പമായിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ കന്യകകളായ, സൗന്ദര്യമില്ലാത്ത, അതല്ലെങ്കിൽ വിധവകളായ എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ആരെയും സ്വീകരിക്കാതെ 17 വയസ്സുള്ള അതീവ സുന്ദരിയായ സഫിയയെ തന്നെ പ്രവാചകൻ സ്വീകരിച്ചില്ലേ? ഇതിൽ നിന്നു തന്നെ പ്രവാചകന്റെ വിധവകളോടും അനാഥകളോടുമുള്ള സമീപനം എങ്ങനെയാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിക്കൂടെ? ഒരുപാട് കാലം ഭർത്താവിന്റെ ഒപ്പം ജീവിച്ച ഒരു പെണ്ണിനെ സ്വീകരിക്കേണ്ട യാതൊരു ഗതിയുമില്ലല്ലോ. ഒരു ഗതിയുമില്ല. കന്യകകളെ സ്വീകരിക്കാമല്ലോ, ഇഷ്ടം പോലുണ്ട്. എന്തുകൊണ്ടത് ചെയ്തില്ല? അനാഥകളെ സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രവാചകൻ ആ സ്ത്രീയെ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് പരിഗണിക്കുകയും അവരുടെ നിലനിന്നിരുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീയെ പ്രവാചകൻ പരിഗണിച്ചതുപോലെ ആരും പരിഗണിക്കില്ല. കാരണം ഈ സഫിയയുടെ പിതാവും സഹോദരങ്ങളും ഭർത്താവും നാട്ടുകാരുമൊക്കെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട് രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലൂടെ സഫിയയെയും സഫിയയുടെ പിതൃവ്യപുത്രിയെയും നടത്തിക്കൊണ്ടുവന്നതിൽ പരം കാരുണ്യം ആരാണ് ചെയ്യുന്നത്? അത്രമാത്രം ഒരു സ്ത്രീ അർഹിക്കുന്നതിന്റെ പരമാവധി കാരുണ്യം പ്രവാചകൻ സഫിയയോട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാ. കൈപ്പുനീര് കുടിക്കേണ്ടി വന്നപ്പോഴും ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നതിന് പകരം ഇസ്ലാമിനോട് ആദരവും ഇഷ്ടവും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹിയുടെ നടപടി. അതാണ് ഈ അനാഥ പെണ്ണിന് ഇസ്ലാമിനോട് അനുഭാവം തോന്നത്തക്ക രൂപത്തിലാണ് ഇവളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ അതിനിഷ്ഠൂരമായി പ്രവാചകൻ കൊല ചെയ്തത്. ഈ ഇസ്ലാം മത സ്ഥാപകനായ, ഇസ്ലാം മതത്തിന്റെ നേതാവായ ഈ പ്രവാചകൻ ചെയ്ത ധീരകൃത്യം കണ്ടാൽ സഫിയ മാത്രമല്ല എല്ലാ ആൾക്കാരും ഇസ്ലാമിലേക്ക് പാറി വരും. കാരണം ഈ മതം മുന്നോട്ട് വെക്കുന്നത് കാരുണ്യവും സ്നേഹവും ദയയും സഹിഷ്ണുതയും ഒക്കെ തന്നെയാണല്ലോ. അത് സഫിയ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. പിന്നെ അവൾ ഇസ്ലാം മതം സ്വീകരിക്കാതിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തെറ്റ് കാണുകയാണെങ്കിൽ, ലൈംഗികത മാത്രം കാണുകയാണ്. ലൈംഗികത ഉണ്ട്, ലൈംഗികത ഏത് വിവാഹത്തിലാണെങ്കിലും ലൈംഗികത ഉണ്ട്. ലൈംഗികത ഇല്ലെങ്കിൽ പിന്നെ ഇത് ഈ ഏർപ്പാട് നിൽക്കരുതല്ലോ.
പിന്നെ അവരെ പോറ്റാനുള്ള വേറെ മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നടന്ന് കെട്ടി നബി. പെണ്ണിനൊരു ആവശ്യമുള്ള സാധനമാണ്. അതെ, നബിക്ക് പ്രത്യേകിച്ച് 30 പുരുഷന്റെ ശക്തി ഉണ്ടല്ലോ. തലത്തിൽ അനുഭവിക്കുവാൻ ഇസ്ലാം അനുവദിക്കുക മാത്രമല്ല അതൊരു മഹത്തായ പുണ്യകർമ്മമായി. അതുകൊണ്ട് നബി ആ പുണ്യകർമ്മത്തിൽ മരിച്ചു കിടന്നു. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാവും. വളരെ സന്തോഷം എം എം അക്ബർ സാഹിബ്. കാരണം ഇതിലും വലിയൊരു വിശദീകരണം സ്വപ്നത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. നന്ദി.